കോവിഡ് കാലം നമ്മളൊന്നും അത്ര എളുപ്പം മറക്കാനിടയില്ല. ലോക്ക്ഡൗൺ, മരുന്നില്ലായ്മ, ഓക്സിജൻ ക്ഷാമം, അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. കോവിഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു മുന്നറിയിപ്പും കൂടാതെ രാജ്യത്താകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും കോടിക്കണക്കിന് മനുഷ്യരെയും അവരുടെ ഉപജീവന ഉപാധികളെയും ഒക്കെ പ്രയാസത്തിലാക്കിയത്, ലക്ഷക്കണക്കിന് ആളുകൾ അവരവരുടെ നാടുകളിലേക്ക് നടന്നു പോയത്, അങ്ങനെ നടന്നു പോകുന്നതിനിടെ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചത്, ഇതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഈ കോവിഡ് കാലം പോലും ഇലക്ട്രൽ ബോണ്ടിന് ഉപയോഗപ്പെടുത്തിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കോവിഡ് പടർന്ന കാലത്ത് ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്ന മരുന്നുകളിൽ ഒന്നാണ് ഈ റെംഡെസിവിർ എന്ന് പറയുന്നത്. റെംഡെസിവിർ ആവശ്യത്തിന് കിട്ടാനില്ല, ക്ഷാമമാണ് എന്നുള്ള വാർത്തകളൊക്കെ അന്ന് ധാരാളമായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. നിലവാരമില്ലാത്ത റെംഡെസിവിർ മാർക്കറ്റിലിറക്കി എന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2021 3 നോട്ടീസുകൾ നൽകിയിരുന്നു ഹെട്രോ ലാബ്സ് ആൻഡ് ഹെട്രോ ഹെൽത്ത് കെയർ എന്ന കമ്പനിക്ക്. ഈ കമ്പനി 2022 ഏപ്രിലിൽ 39 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവനയായിട്ട് നൽകി. സൈഡസ് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലും റെംഡെസിവിർ തന്നെയായിരുന്നു പ്രശ്നം. ഈ മരുന്നിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് ബീഹാറിലെ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആ കമ്പനി നിർമ്മിച്ച റെംഡെസിവിറിൻ്റെ ഒരു ബാച്ച് ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തി. ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് ഈ മരുന്ന് ഉപയോഗിച്ച പലർക്കും, ബീഹാറിൽ ഈ മരുന്ന് ഉപയോഗിച്ച പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2021 ഇതും. ഈ കമ്പനിയുടെ ആസ്ഥാനം ഗുജറാത്തിലാണ്. ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിലെ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകിച്ച് നടപടിയൊന്നും സ്വീകരിച്ചതായിട്ട് അറിവില്ല. ആ കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റിൽ പോയി സാമ്പിൾ സ്വീകരിക്കുകയോ പരിശോധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവില്ല. ഒരു നടപടിയും ഉണ്ടായില്ല. 2022 2023 സൈഡസ് ഹെൽത്ത് കെയർ 29 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. സിപ്ല മറ്റൊരു കമ്പനിയാണ്. സിപ്ലയുടെ കഫ് സിറപ്പ് നിർദ്ദിഷ്ട നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തുന്നത് 2018 2019 സിപ്ല 14 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകി. 2021 ഇവരുടെ റെംഡെസിവിറിനെ ചൊല്ലിയും റെംഡെസിവിറിനെക്കുറിച്ചും പരാതിയുണ്ടായി, അന്വേഷണമുണ്ടായി, 2 നോട്ടീസ് അവർക്ക് സപ്ലൈ ചെയ്യപ്പെട്ടു. പക്ഷേ തുടർ നടപടികൾ വേറെ കാര്യമായിട്ട് എന്തെങ്കിലും സിപ്ലയുടെ ഈ റെംഡെസിവിർ മരുന്നിനെക്കുറിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതായിട്ട് അറിവില്ല. 2022 പക്ഷേ സിപ്ല 25.2 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് നൽകി. അപ്പോൾ ഈ കോവിഡ് കാലത്ത്, കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ നേരിടാൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, രാജ്യം മുഴുവൻ നിശ്ചലമാക്കുന്നു, ഇല്ലാത്ത പ്രതിരോധ നടപടികൾ ഒന്നുമില്ല. അക്കാലത്ത് നിലവാരമില്ലാത്ത മരുന്നിറക്കി എന്ന് ആരോപണം നേരിട്ട കമ്പനികളുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുമില്ല. പക്ഷേ ഒരു നടപടി ഉണ്ടായത്, ഈ കമ്പനികളൊക്കെ ഇവരുടെ മരുന്നിനെക്കുറിച്ചുള്ള നോട്ടീസ് വന്നതിന് തൊട്ട് പിറകെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത വർഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ പാർട്ടികൾക്കാണ് ഇവർ നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആൽഫ ന്യൂമറിക്കും സീരിയൽ നമ്പറും ഒക്കെ സഹിതം ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരം SBI പുറത്തു വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അറിയാൻ സാധിച്ചേക്കും. അതുമാത്രമല്ല, രാജ്യത്തെ ഫാർമ കമ്പനികൾ ഒത്തുചേർന്നിട്ട്, അതായത് 35 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ചേർന്ന് ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത്. ഇതൊക്കെ ഏതാണ്ടെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എൻകാഷ് ചെയ്ത് അവരുടെ ഖജനാവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 കമ്പനികൾ മാത്രമല്ല ഈ വിധത്തിൽ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. ഈ 35 കമ്പനികളിൽ ചുരുങ്ങിയത് 7 കമ്പനികളെങ്കിലും നിലവാരമില്ലാത്ത മരുന്ന് വിറ്റഴിച്ചു എന്ന ആരോപണത്തിൽ അന്വേഷണം നേരിട്ടിരുന്ന കാലത്താണ് ബോണ്ടുകൾ വാങ്ങുന്നത്. അതായത് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള സംഗതി വഴി നേരത്തെ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ഈ ബോണ്ട് വഴി സംഭാവന നൽകിയ കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ നൽകുകയോ അല്ലെങ്കിൽ ബോണ്ട് നൽകിയതിന് പ്രത്യുപകാരമായി വലിയ കരാറുകൾ നൽകുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന സംശയം ഒരിടത്തുണ്ട്. അല്ലെങ്കിൽ ഇത്തരം കരാറുകൾ നൽകിയതിൻ്റെ ഉപകാരസ്മരണയിലാണോ ഈ കമ്പനികൾ ബോണ്ടുകൾ വാങ്ങിയത് എന്ന സംശയം അവിടെ ഉണ്ട്. അതുപോലെ തീർത്തും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ചിലത് ബോണ്ടുകൾ വാങ്ങിയത്
അതായത് വർഷങ്ങളായിട്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികളും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ബോണ്ടുകൾ വാങ്ങാൻ കഴിയുക? അത് ഏതെങ്കിലും വിധത്തിൽ പണം റീറൂട്ട് ചെയ്ത് ഈ കമ്പനികൾ വഴി എത്തിച്ചതാണോ എന്ന സംശയമുണ്ട്. അങ്ങനെ റീറൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണ്. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ് എന്നീ ഏജൻസികളുടെ അന്വേഷണം തുടങ്ങിയതിന് പിറകെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ കമ്പനിയുണ്ട്. അപ്പോൾ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക്, അത് പ്രധാനമായിട്ടും BJPയുടെ അക്കൗണ്ടിലേക്ക് എന്ന് തന്നെ പറയാം. കാരണം അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികളാണ്. ആ ഏജൻസികൾ ഏത് വിധത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ലക്ഷ്യമിടാൻ, അതിൻ്റെ നേതാക്കളെ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേ ഏജൻസികളെ വിവിധ കമ്പനികളിൽ റെയ്ഡിന് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി BJPയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുകയായിരുന്നോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അതിന് പിറകെയാണ് കോവിഡ് പോലെയുള്ളൊരു മഹാമാരിക്കാലത്ത് നിലവാരമില്ലാത്ത മരുന്നുകൾ പുറത്തിറക്കി എന്ന ആക്ഷേപം നേരിട്ട കമ്പനികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതായത് അന്ന് റെംഡെസിവിറിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ഡിമാൻഡുള്ള കാലമാണ്. ഏത് കമ്പനിയുടെ റെംഡെസിവിർ മാർക്കറ്റിലുണ്ടെങ്കിലും ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും, ആശുപത്രികൾ വാങ്ങിക്കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയുള്ള കാലമാണ്. അക്കാലത്താണ് നിലവാരമില്ലാത്ത റെംഡെസിവിർ മാർക്കറ്റിലിറക്കി എന്ന ആക്ഷേപം ചുരുങ്ങിയത് 3 കമ്പനികളെങ്കിലും നേരിടുന്നത്. ഇതേ കമ്പനികളൊക്കെ തന്നെ തൊട്ടടുത്ത വർഷങ്ങളിൽ വൻ തുകയുടെ, കോടികളുടെ 32 കോടി 40 കോടിക്കൊക്കെ അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനികളുടെ ഈ നിലവാരം കുറഞ്ഞ മരുന്ന് വിപണിയിലിറക്കിയതിന് എന്തെങ്കിലും അന്വേഷണം നടന്നു? ഇവരുടെ നിർമ്മാണശാലകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനകൾ നടന്നു? ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലവാരമില്ലായ്മ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷാ നടപടിയാണ് ഈ കമ്പനികൾക്കെതിരെ സ്വീകരിച്ച്? ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒരു അറിവുമില്ല. എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായിട്ട് പൊതുമണ്ഡലത്തിലില്ല. ഈ കമ്പനികളൊക്കെ ഇപ്പോഴും അവരുടെ പ്രവർത്തനം വളരെ സുഗമമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവിഡ് പോലൊരു മഹാമാരിക്കാലത്ത് നിലവാരം കുറഞ്ഞ മരുന്നിറക്കി എന്ന ആക്ഷേപം നേരിട്ട അല്ലെങ്കിൽ അങ്ങനെ ആരോപണം നേരിട്ട കമ്പനികളുടെ കാര്യത്തിൽ പോലും ഒരു നടപടികളും എടുക്കാതെ ആ ആരോപണത്തെ മറയാക്കി ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിക്കുകയാണോ ചെയ്തത്? അതിന് രാജ്യം ഭരിക്കുന്ന സർക്കാരും അതിന് നേതൃത്വം നൽകിയ പാർട്ടിയും തയ്യാറായിട്ടുണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ പറഞ്ഞ ബോണ്ട് വാങ്ങി കരാർ നൽകിയോ, അല്ലെങ്കിൽ കരാർ നൽകിയതിന് ശേഷം അതിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ബോണ്ട് വാങ്ങിയോ, കള്ളപ്പണം റീറൂട്ട് ചെയ്യാനായിട്ട് ഈ കമ്പനികളെ ഉപയോഗിച്ചോ, നഷ്ടത്തിലോടുന്ന കമ്പനികളെ ഉപയോഗിച്ചോ, ഇത്തരം കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, ഒക്കെ അന്വേഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഗൗരവത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് ഈ ഫാർമ കമ്പനികൾ ആരോപണം നേരിട്ടതിന് തൊട്ടു പിറകെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് അവർക്കെതിരായ ആരോപണം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയാണോ എന്നതും ഗൗരവത്തിലുള്ള പരിശോധന. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിങ്ങനെ ചെറിയ പാക്കറ്റുകളായിട്ട് ഈ ഇൻഫർമേഷൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഫാർമ കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് സ്ക്രോളും ഹിന്ദുവുമാണ്. അപ്പോൾ ഇത്തരം ഓരോന്ന് പുറത്തേക്ക് വരുമ്പോഴും ഇലക്ട്രൽ ബോണ്ട് എന്നത് ഗുരുതരമായ അഴിമതിയോ അല്ലെങ്കിൽ അഴിമതി നടത്താനോ കള്ളപ്പണം വെളുപ്പിക്കാനോ ഒക്കെയുള്ള മാർഗമായി ഉപയോഗിക്കപ്പെട്ടോ, ആരോപണങ്ങൾ നേരിടുന്ന കമ്പനികൾക്കെതിരായ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കപ്പെട്ടോ, ഇതൊക്കെയുള്ള ഗൗരവപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഗൗരവമുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാജ്യം എത്തുന്നത്.